ഒമേരി എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ ഇവിടെയാണ് താമസിക്കുന്നത്. അയാൾ സ്റ്റീൽ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ക്യാഷ് തന്നിരുന്നു. നമുക്ക് അയാൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ജേക്കബ്, താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നേരിട്ട് വന്നല്ലോ, സംസാരിക്കടോ. அன்னைக்கே உன்னை கேட்டிருந்தேன், அந்த அஜ்மலா நம்மளா மான்னு. அப்போ நீ என்ன சொன்ன? 100% விஸ்வசிக்க, 100% லைக் அ பிரதர். பிரதர் நல்லா வச்சான் ஆப்பு உனக்கு. இத்தனை வருஷமா இந்த நாட்டில் இருந்துக்கிட்டு பிஸ்னஸ்ல யாரை நம்பணும் யாரை நம்பக்கூடாதுன்னு கூட தெரியாம நீ எல்லாம் என்னத்துக்கடா பிஸ்னஸ் பண்ணிட்டு இருக்க போட்ட. മുരളി പ്ലീസ്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. என்ன நீ எனக்கு மரியாதை கத்து தரியா? You gonna teach me how to behave? காசு கொடுத்துட்டு பேசுறா. 3.5 மில்லியன் மேடிச்சோண்டு போயிட்டு நீ என்ன மரியாதை படிப்பிக்க பாடா மான கேட்டவனே. മുരളി പ്ലീസ് விடுறா, பேசி விடு. വേണ്ട. Don't create a scene. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പുറം നീയും നിന്റെ കുടുംബവും അകത്ത് പോകും. സാവടാ ഉനക്ക് മനസ്സിലായോടാ? അമ്മ ഒന്നും പറയണ്ട, പപ്പൻ സ്വസ്ഥായിരിക്കട്ടെ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ അമ്മ? അമ്മ ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. It's merely a correction in what was arguably the world's fastest growing stock. For critics, it's a sign that Dubai overstretched itself and is set for a fall. There's no doubt the Emirates has plenty of appeal. It's famous for having the world's tallest buildings, lavish properties, and headline-hitting development projects such as Matthew. man-made islands like the Palm. When oil was above $100 a barrel, it looked as if the region was insulated from എബിനോ, the economic storm wreaking havoc over much of the rest of the എവിടെ world. വെച്ച്? എബിൻ, നീ കുടിച്ചിട്ടുണ്ടോ? യാ, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എവ്രി വൺ വാസ് ഡ്രിങ്കിങ്. ഞാൻ ഒരു ബിയർ മാത്രമേ കുടിച്ചുള്ളൂ. കുടിയന്മാർക്ക് കണക്കൊക്കെ. നീ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയടാ. പപ്പയോട് ആരോ പറഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറയടാ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുത്തൻ എൻ്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തു, ഞാൻ റിയാക്ട് ചെയ്തു. ആദ്യം കൈവച്ചതും അവനാ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ന്യായം പറയുന്നതാ. പണ്ട് ഇതുപോലെ കോളേജ് കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ഡിസ്മിസലും വാങ്ങിച്ചു വന്നവനാ നീ. ഒന്നിനും കൊള്ളാത്ത തെണ്ടി പിള്ളേരെ പോലെ നടക്കാൻ നാണം ഉണ്ടോടാ നിനക്ക്? പപ്പയ്ക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട. ആർക്കാണ് ഫ്രസ്ട്രേഷൻ? എന്താണ് എനിക്ക് ഫ്രസ്ട്രേഷൻ? എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാനാണ് നാട്ടുകാരുടെ നിന്ന് പൈസ ഒക്കെ മേടിച്ച്. ഞാൻ കാരണമാണോ 24 മണിക്കൂർ ആൾക്കാർ പൈസ വിളിക്കുന്നത്? ഞാൻ എന്റെ കാരണമാണോ? Is it because of me? എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും വരുന്നതിന് മുമ്പ് അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചു. ജെറി കൈയെടുക്ക. ജെറി കൈയെടുക്കടാ. അയ്യോ കുഞ്ഞ്. ചായന എണീറ്റോ? ഞാൻ പോയി കാപ്പി ഇടാം. ഇന്ന് ഞാനും അടുക്കളയിൽ കയറി. എബിൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. അവന്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന്. കുഴപ്പം അവൻ്റെ മാത്രമല്ല, അവൻ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അവനെ ചീത്ത വിളിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അത് തെറ്റല്ലേ? മക്കളെ നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്നാലും അവൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഷെളി, ലൈബീരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്പ് കിടപ്പുണ്ട്. ഇറാനിൽ എനിക്കൊന്ന് 2 ബയേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ ഒരു വലിയ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ഞാനൊന്ന് ലൈബീരിയ വരെ ട്രാവൽ ചെയ്യേണ്ടി വരും.
അതിനൊക്കെയുള്ള ചെലവ്. മാത്യു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചായും പോയിട്ട് വാ. പക്ഷേ ഈ സമയത്ത് നിന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട് ഇച്ചായോ, ബിസിനസ്സിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ കണ്ടു വളർന്ന നല്ല ഉശിരുള്ള അച്ചായത്തിയാണ് ഞാൻ. കടക്കാരെയൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. എൻ്റെ മുമ്പിൽ ഒരുത്തനും വാല് പൊക്കില്ല. ഇച്ചായൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നാട്ടിലേക്കാണോ? സുഖമല്ലേ? സുഖമായിരിക്കും സാർ. ഉണ്ണീട്ടാ, എന്നാ പോയിട്ട് വരാം. പ്രമോദ് സാർ. അപ്പോൾ വേണ്ട, ഞാൻ കൊടുത്തോളാം. ട്രോളി വേണോ സാർ? ഏയ് വേണ്ട. കവിയൂർ ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കെട്ടും. പള്ളിമുറ്റത്തുനിന്ന് അവിടെ കൈപിടിച്ചിറങ്ങി അന്ന് തൊട്ടിന്നവരെ ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ഷെളി കരയാൻ പാടില്ല. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കനടാ. ഇന്നലെ രാത്രി മുരളീമേനോൻ വിളിച്ചിരുന്നു. അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്റർപോളിൽ പ്രഷർ ചെയ്ത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. മറ്റു കടക്കാരുടെയും സ്വരം മാറിയിട്ടുണ്ട്. ഇച്ചായം വരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ കുറച്ച് എമൗണ്ടെങ്കിലും ഉടനെ സെറ്റിൽ ചെയ്തേ പറ്റൂ. നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് വിറ്റാലോ? അതുകൊണ്ട് മാത്രം ആവില്ല. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച് FD ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടീസും. ഇവിടെ നമുക്കതിന് മാത്രം. നമ്മുടെ വീട് മേടിക്കാൻ വരണോ ഇനിയും ലേറ്റ് ആവൂത്രേ. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ച് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഓൺ ദ വേ. എന്തുട്ട് ഓൺ ദ വേ? അവിടെ കട്ടിൽ മുന്നേ എത്തിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വെച്ച് കാച്ചും ഓൺ ദ വേ. ഇവനെ മേടിക്കാൻ പോയ കഥ അറിയും നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? കണ്ടാ, കുലുങ്ങില്ലേ? ജേക്കബിനെ പോലെ.
ജബലാലിയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇത് വെച്ചോ. വേണ്ട ഉണ്ണിച്ചേട്ടാ. പപ്പയുടെ ഡ്രൈവർ തരുന്നതെന്ന് കരുതണ്ട, പപ്പ തരുന്നതെന്ന് കരുതിക്കോ. ഹലോ അമ്മ. ഹലോ ജെറി, എന്താ മുത്തേ? വേഗം ഓഫീസിലേക്ക് വാ. എന്തു പറ്റി? ഇവിടെ പോലീസും ഒന്ന് രണ്ട് ആൾക്കാരും അമ്മയോട്. ജെറി, ജെറി, please, fast. ഹലോ ഫിലിപ്പങ്ങളെ, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? البلاغ 465. تمام علم. Sir, Jacob wife is innocent, sir. Sorry. I know them This is personally. an arrest. Sir, please, sir. I will come to the police station for them. I Sir, told I you. know that This is an arrest. Sir, I please. told you. No way. Sir, please هذول listen me, مطلوب sir. القبض عليهم في قضية. Sir. ما تحاول. Sir. You're breaking the law. Let me do my job. Please, Sir. please, huh? Sir. Stay back. Sir, that's my You're mother. breaking the law. This is an arrest. I need to go with You're her. breaking the law. This is an arrest. Sir, I I need to go told with you. her, sir. ارجع. That's my mother. هذا I عمل cannot let you go without me. That's my mother. Jerry. حضري لي القضية رقم 450. ഓക്കെ. Excuse me 1 second. ഒമേരിയുടെ കേസ് തൽക്കാലം സോൾവ് ചെയ്തു. കാർ വിറ്റ കാശ് മുഴുവൻ അയാൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 6 മാസത്തിൽ തന്ന് തീർക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് തിരിച്ചു മേടിച്ചോ? جري جيكوب زكريا. Sir. You don't pay credit card bills? Emirates MBD Bank put the case against you. You go. And you stay. എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരും. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കണടാ. എയർപോർട്ടിൽ വെച്ച് പപ്പൻ്റെ കൈ അമർത്തി പിടിച്ച് കരയാൻ പാടില്ല, അവളെ നോക്കിയേക്കണെന്ന് പറഞ്ഞു. പറ്റുന്നില്ല കൽപ്പങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജെറി, വാ.
നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിൻ്റെ കഫ്റ്റേരിയ അത്. 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊഴിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പനെങ്ങനായിരുന്നു? ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങടാ. സാർ, കഴിഞ്ഞ 20 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സാർ സെൻറ്റർ ഗ്രൂപ്പ്. മാത്രമല്ല ബാക്കി സപ്ലൈസിനെ പോലെ ഈ ലോക്കൽ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റീലല്ല സാർ ഞങ്ങളുടേത്. ദിസ് ഈസ് എ ഫൈനസ്റ്റ് ക്വാളിറ്റി ഫ്രം ടർക്കി. അതും മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റിൽ തരാം സാർ. ഓയിൽ കമ്പനീസ് എല്ലാം അപ്രൂവ് ചെയ്താണ് സാർ ഞങ്ങളുടെ സ്റ്റീൽ. മാം, നിങ്ങളെ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിലാണെന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. സാർ, അത് കോമ്പറ്റീറ്റീവ് സിസ്റ്റം പറഞ്ഞു പറ്റുന്നതാണ് സാർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്തു സാർ. എല്ലാ കടങ്ങളും കൊടുത്ത് തീർത്തെന്നാണോ പറയണേ? യെസ് സാർ. മിസ്റ്റർ ജെറി, നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ടു ദ ഡോട്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി കഴിച്ചിട്ട് പോകാം. വേണ്ട സാർ, താങ്ക് യു. ജെറി, നീ അയാളോട് എന്തിനാ നുണ പറഞ്ഞത്? ജെറി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ടെന്ന് പറയണോ? കടക്കാരെ പേടിച്ച് വീട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണോ? പപ്പയുടെ പേരിലെ കേസുണ്ട്, പപ്പ ഇന്റർപോൾ അന്വേഷിച്ചത് ക്രിമിനലാണ്, ഇതൊക്കെയാണോ ഞാൻ പറയേണ്ടത്? അതോ എങ്ങോട്ടും പോകാൻ പറ്റാതെ ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പാപ്പ പെട്ടിയെടുക്കണമെന്ന് ഞാൻ പറയണോ? പറയണം. നീ ആൾക്കാരോട് സത്യം പറയണം. നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒളിയും മറയൂലാതെ സംസാരിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും, നിന്റെ പപ്പയുടെ ഒപ്പം നിന്നതുപോലെ. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മളെപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്, നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ, യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതടവൻ? ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മണത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും, ഒറ്റപ്പാട്ടിലെ പണക്കാരനാവാലോ.
നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. You have an appointment? Yes. ഓ എവിടെയുണ്ട്? എടുത്തു അപ്പോയിൻമെന്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്. ഓൾ ഗുഡ്? ഓ കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല. സാറേ, 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെയല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. ജെറി, തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാ. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. ആമാ കഴിഞ്ഞോ? ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. Samad. Jerry, it's all good. Oh, thank you. How much? Like we said, 1 million. Thank you. Okay, see you then. Thank you. ജെറി, എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000. 10,000 टन. गुड मॉर्निंग जेकब साहब. कैसे हो रविंदर? जी ठीक हूँ साहब. ये रख लो. ठीक है. बाय. थैंक यू. പപ്പ എന്തിനാ അയാൾക്ക് എപ്പോഴും കാശ് കൊടുക്കുന്നത്? അയാൾക്ക് കെട്ടിക്കാൻ പ്രായത്തിലുള്ള ഒരു മോളുണ്ടോ? പിന്നെ ഈ 10 ദിർഹംസ് വെച്ചിട്ട് അയാൾ മോളെ കെട്ടിക്കാൻ പോകല്ലേ? ഇവിടുത്തെ ചെലവും വാടകയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ പൈസ അയാൾക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ മോള് നല്ല അസാധ്യമായിട്ട് വരയ്ക്കും. പക്ഷേ അവളെ പഠിപ്പിക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റുന്നില്ല. 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഈ തണുപ്പത്ത് അവനൊരു ചായയെങ്കിലും കുടിക്കട്ടാ. പപ്പാ, എന്നാൽ പിന്നെ അയാളുടെ മോളെ ഞാനും കിട്ടിയാലോ? അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.
ഓക്കെ. ആർക്ക് പോയി? അയാൾക്ക് പോയി. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മളെപ്പോഴും രാവിലെ തന്നെ പോകണം. രാവിലെ ആകുമ്പോൾ എല്ലാവരും നല്ല ഫ്രഷ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, മനസ്സിലിത്തിരി നന്മയൊക്കെ ഉണ്ടാവും. ഈ നന്മ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആരെ കാണാൻ പോകുമ്പോഴും നമ്മൾ അയാളെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഈ ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ് മാൻ. ഈ യൂസഫ് അലിയൊക്കെ പോലെ അല്ലേ? യൂസഫ് അലിയെ പോലെ അല്ലടാ, നിന്റെ അപ്പനെ പോലെ. എന്ത് നല്ല റോഡാല്ലേ, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇതൊക്കെ എന്ത്, ഇവിടെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നാട്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ വാങ്ങി റോഡിലെ കുണ്ടും കുഴിയൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പഴയ KSRTC ബസ്സിൽ ഇങ്ങനെ ഡുഗു 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 എന്ന് പറഞ്ഞ് പോകണം. അതൊക്കെ അല്ലടാ വികസനം. നീ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി നാട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് കയറാം. ഒരു മലയാളി ആവണമെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കണം. ഇന്ന് പോയ വീട് കാണാൻ എന്ത് രസമല്ലേ. ആദ്യം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും തരായിരുന്നില്ല, പിന്നെ നമ്മൾ അയാളെ അവസാനം സമ്മതിപ്പിച്ചു. പറയട്ടെ അമ്മ, ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകണം. ഞാൻ താഴെ പ്രിൻസിപ്പൽസ് അനൗൺസ്മെന്റ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ MBBS ചേരാൻ പോകുന്നു. നല്ല വിവരവും വെള്ളിയാഴ്ചയുമുള്ള ഒരു ഡോക്ടറായിട്ട് അവൾ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഡിന്നർ ഞാൻ എൻ്റെ അമ്മുക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. പിന്നെ എല്ലാവരോടും ഒരു കാര്യം, മറ്റന്നാളാണ് അമ്മ ഇവിടുന്ന് പോകുന്നത്. നാളെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. സിനിമ, ഷോപ്പിംഗ്, ഡെസേർട്ട് ഡ്രൈവ്, ബെല്ലി ഡാൻസ്. അത് വേണ്ട ചായ. കേരള അമ്മമാരോട് സംസാരിക്കരുത്. അടിപൊളിയാണ് അല്ലേ? സൂപ്പറാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നാളെ നോ അതർ പ്ലാൻസ്. ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്ന പരിപാടി ഇല്ല. അത് നിന്നെ ഉദ്ദേശിച്ച, നിന്നെ മാത്രം ഉദ്ദേശിച്ച. അമ്മ മാറി, ഞാൻ കഴുകാം. ഞാൻ കഴുകാളെ. മുത്തെന്തേ? നീ അവിടെ ഉണ്ട്. എന്താ നീ നിങ്ങൾ വന്നേ, വാടാ. ആ വാതിലും കടച്ചേരെ. നാളത്തെ ഈ ഔട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാമിലി മാത്രമായിട്ടൊരു പുറത്തു പോക്കിനൊക്കെ ഉള്ള ചാൻസ് കുറവാണ് അല്ലടാ? എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിൽ പറഞ്ഞൊന്നുമല്ല. അമ്മു ഇനിയിപ്പോൾ വെക്കേഷൻസിനൊക്കെ മാത്രമല്ലേ വരുള്ളൂ. പിന്നെ അധികം വൈകാതെ നിൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് അടുത്ത ആളുടെ കുടുംബത്തിൽ മെമ്പേഴ്സ് കൂടുമല്ലോ. നമ്മുടെ കുടുംബത്തിൽ വരുന്ന കുട്ടികളൊക്കെ എൻ്റെ മക്കൾ തന്നെ ആയിരിക്കും. ഞാനവരെ അങ്ങനെ കാണും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ കുടുംബം ഇതല്ലടാ. നിനക്ക് ഞാനൊരു സാധനം തരാം. ഞാൻ ദുബായിൽ വന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സേവിങ്സ് എന്ന് വാങ്ങിച്ച ക്യാമറയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഈ ക്യാമറയിൽ. നാളെ നീ എനിക്കിതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു തരണം, നമ്മുടെ ഫാമിലിയുടെ. അപ്പോൾ ഇത് ഫിലിം ഇടുന്ന ക്യാമറയല്ലേ? കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും തീരും. ഞാൻ എൻ്റെ പുതിയ ക്യാമറ എടുക്കാം. ഡിജിറ്റലിൽ എടുക്കുന്ന 100-300 ഫോട്ടോസൊന്നും വേണ്ടടാ. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മകൾ മതി. പറ്റുമോ?
ഡെയിലി വായിക്കാം. സിനിമയ്ക്കൊക്കെ പോകുമ്പോ വെള്ളിയെടുത്തോണ്ട് പോവാം. സൺഡേ ഔട്ടിങ്ങിന് റോൾസ് റോയ്സ്. വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോവാൻ ഫെറാറി ആയാലോ? യെസ് കറക്റ്റ്. നമുക്ക് വാങ്ങിക്കടാ. ഇതുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടാനുള്ളതാ. പപ്പയും മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. ഇനി എന്ത് സമ്പാദിക്കാനാണ്? എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഇതായി കാരണത്തിലുണ്ട്. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാൻ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അംബാനിയെ വേണേൽ ചലഞ്ച് ചെയ്യാം, മിത്തലിനെ ചലഞ്ച് ചെയ്യാം, യൂസഫ് അലി വേണേലും ചലഞ്ച് അടി. അവരൊക്കെ ഇപ്പൊ ഉറങ്ങായിരിക്കും. അത് ശരിയാ. ഈ പാതിരാത്രിക്ക് ആരെയും ചാലഞ്ച് ചെയ്യണ്ട. നേരെ നോക്കി വണ്ടി ഓടിച്ചാ മതി. പപ്പ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ. പപ്പ ഒന്നും പേടിക്കണം, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. ശരി പപ്പ. അമ്മ ദേ കരഞ്ഞു ഓവറാക്കില്ലേ, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞേ. ശരി അമ്മ. ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ അയച്ചേട്ടോ. വായി നോക്കി. ബൈ ബൈ ജെറി. പോട്ടെടാ മൊത്തേ. ഓക്കെ അമ്മു. പപ്പ ദേ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടി മഴ ചോരുന്നുണ്ടേ. ഇപ്പൊ എന്നെ പറഞ്ഞ വെറുതെ ആയില്ലേ. ബൈ. ശരി ബൈ. ബൈ. ടാറ്റാ. ഹലോ. ന്യൂസ് കണ്ടോ? ഇല്ലടാ, എന്ത് പറ്റി? വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. 1987 കനത്ത സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തേത്. ലോക മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇന്നൊരു ദുരന്ത ദിനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ബാങ്കിംഗ് രംഗത്തുണ്ടായ കനത്ത തകർച്ചയുടെ ആഘാതം ഗൾഫ് നാടുകളിലും അലയടിക്കുമെന്നാണ് സൂചന. കെട്ടിട നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഒപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു തൊഴിൽ മേഖലകൾ ഇവയെല്ലാം വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വിചാരിച്ചതിനേക്കാളും മോശം സിറ്റുവേഷനാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും. ദാ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന വർഗീസിൻ്റെ ജോലി മിക്കവാറും പോകുന്ന അവസ്ഥയാണ്. തനിക്കെന്താ തോന്നുന്നേ ദുബായിയുടെ ഫ്യൂച്ചറിനെ പറ്റി? ചങ്കുറപ്പുള്ള കുറേ മനുഷ്യരുണ്ടാക്കിയെടുത്ത സിറ്റിയാണ് ഇത്. അതിൻ്റെ സ്ട്രെങ്ത് ഈ സിറ്റിക്ക് എന്തായാലും ഉണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ദുബായ് മുന്നോട്ട് തന്നെ പോകും. പപ്പയുടെ ഫോൺ എന്ത് പറ്റി? ബാറ്ററി പോയി. എന്ത് പറ്റി? ഈ ഷെട്ടി നല്ല ഹെൽത്തി ആയിരുന്ന ആളല്ലേ? ഷെട്ടി ഞങ്ങൾ ഷെയർസിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ അത് മൊത്തം പോയി. അതിൻ്റെ ഷോക്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ जेकब भैया कैसे हो आप? टन सारा आपका है. Thank you. Thank you. First thing in the morning, നാളെ സന്ദീപിന്റെ പൈസ ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കും. വെരി ഹാപ്പി വിത്ത് റിട്ടേൺസ്. ഒരു കാര്യം ചെയ്യ്, ഈ എമൗണ്ട് തിരിച്ച് ജേക്കബ് ഇൻവെസ്റ്റ് ചെയ്തോളൂ. Oh, that's great. Okay. Thank you. So, my name is Omari. Frank told me about your investment plan. What did you say your name was? Omari. Only because of that. Oh, Ajay.
मीट अजमल। हाँ हाय सिजॉय, गुड टू सी यू। ये हमेशा बात करते हैं आपके बारे में। जी ये तो हमारे बड़े भाई की तरह है। ആ സിജോയ്, അജ്മൽ ഒരു ഹ്യൂജ് ലോഡ് സ്റ്റീൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ആലോചിക്കുക. അവനത് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു 300 ദിറംസ് കുറച്ച് എനിക്ക് തരാമെന്ന് പറയുന്നു. അതെങ്ങനെ? ഈ കൺസ്ട്രക്ഷൻ വർക്ക് നിന്ന് പോയൊരു കമ്പനി വിറ്റൊഴിവാക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ബിസിനസ് ഡള്ളാണല്ലോ. പക്ഷേ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഡിമാൻഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓ അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഗുഡ്. ഇവിടെ ഒരു ബൾക്ക് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? അതിപ്പോൾ ഒരാളുണ്ട്, ഒരു ചെറിയ പരിചയം. ഓക്കെ. കക്ഷി ഒരു ചെന്നൈ മലയാളിയാണ്. ദുബായിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. മുരളി മേനോൻ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ അച്ഛനൊന്ന് മുട്ടിച്ചു തരാം. ഓക്കെ. See that? Learn how to play first. Jacob Zakaria? Yes. Hi, Murali. Hi. Please come. You've been waiting for long? Hey, it's okay. உங்கள் கம்பெனி பற்றி நான் கேள்விப்பட்டிருக்கேன். ஆக்சுவலி மை ஃப்ரெண்ட்ஸ் were saying, you know, pretty good things about you. Thanks. പിന്നെ ജേക്കബിൻ്റെ മെയിൽ ഞാൻ വായിച്ചു. ഉங்கள் സപ്ലയറോட പേര് என்ன? അജ്മൽ. അജ്മൽ. ഹൗസിംഗ് ബിസിനസ്. He is good. How do you say that? അയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. He is like a brother to me. Okay. It's a lot of money. Yes, it is. ஒரு 2 நாள் டைம் கொடுங்க, யோசிச்சு சொல்கிறேன். Sure. ഫുൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു ഗ്യാരണ്ടിക്ക്. താങ്ക് യു. Can I see some more collections? Sir, this would be an excellent choice. And the price is also slashed down. I think you should buy it. Okay, sir. Jerry? വാങ്ങിയാലോടാ? പപ്പ ഇത് വലിയ സ്റ്റോണല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. സാരമില്ലടാ, 25th വെഡിങ് ആനിവേഴ്സറി അല്ലേ, നല്ല കനത്തിലിരിക്കട്ടെ. നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. മാത്രമല്ല ഇപ്പോൾ വിലയും കുറവാണ്. അത് ശരിയാ സാറേ, ഇപ്പം വില കുറവാ. ഞാനും മലയാളിയാ, വടകരയെന്ന പേര് ഭാഷ. സുനി, ഞാൻ ബില്ലങ്ങ് എടുത്തോടുത്തേ. പപ്പ കാർഡ്. നിന്റെ കാർഡ് കൊടുക്കടാ. എൻ്റെ കാർഡ് കൊടുക്കണമെന്നാ? പപ്പയുടെ കാർഡ്. ഏത് കാർഡ് കൊടുത്താലും ഞാൻ തന്നെയല്ലേ ബില്ലടയ്ക്കുന്നത്. കൊടുക്ക്. പൊന്നു മണിച്ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ജേക്കബേ, ഒന്ന് ഓഫീസ് വരെ വാ. ഞാൻ വീട്ടിൽ പോട്ടെന്നാ. ഷേളി വെയിറ്റ് ചെയ്യാം. അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. എന്ത് പറ്റി? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അജ്മലിൻ്റെ വീട്ടിലേക്കും പിന്നെ ഓഫീസിലേക്കും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഓൻ്റെ മൊബൈലിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്തു. 2 റിങ്ങോടുകൂടി ഫോൺ അവൻ കട്ട് ചെയ്തു. നമ്മൾ ഫോൺ കട്ട് ചെയ്യുമ്പം വരുന്ന ഒരു അനൗൺസ്മെൻ്റ് ഇല്ലേ, അത് അറബിയിലല്ലേ വരിക. ഇത് അറബി ആയിരുന്നില്ല. പിന്നെ വിളിച്ചു നോക്കിയോ? പിന്നെ അവനെ കിട്ടിയിട്ടേ ഇല്ല. भैया ये सारा हमारा लोड है, बाकी 2 दिन के बाद आएगा. सब एक साथ शिफ्ट करते हैं. So this is yours. थैंक यू भैया,
मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा. അവൻ ചതിച്ചു കളഞ്ഞല്ലോ ജേക്കബ്. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा. आई एम गोइंग टू मेक अ क्लीन स्वीप. क्लीन